അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 18ാം യൂണിറ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ഓഫ് അറബിക് സ്റ്റോറീസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ ആദ്യത്തെ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു കഥയാണ്. നമുക്കെല്ലാം പരിചയമുള്ള കഥ തന്നെയാണ്. അൽ അസദു മലിക്കുൽ ഗാബ വൽ ഫഅറു സ്വഗൈറു. കാട്ടിലെ രാജാവായിട്ടുള്ള സിംഹവും അതുപോലെ തന്നെ ചെറിയ ഒരു എലിയും തമ്മിലുള്ള നമുക്കെല്ലാം പരിചയമായിട്ടുള്ള ഒരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതായാലും ആ കഥയുടെ ഒരാശയം നമുക്ക് മനസ്സിലാക്കി വെക്കണം. യുഹ്ക ഇങ്ങനെ പറയപ്പെടാറുണ്ട്. കാട്ടിലെ രാജാവായിട്ടുള്ള അതുപോലെ തന്നെ അവിടെ താമസിക്കുന്നവരിൽ ഏറ്റവും ശക്തനുമായിട്ടുള്ള സിംഹം ഒരു ദിവസം കാട്ടിൽ ഉറങ്ങുകയായിരുന്നു. ആ സമയം ആ കാട്ടിൽ ജീവിക്കുന്ന ഒരു ചെറിയ എലി ആ സിംഹത്തിൻ്റെ ചുറ്റുമിങ്ങനെ ഓടി നടക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ആ സിംഹത്തിൻ്റെ മുകളിലുള്ള ആ ഒരു മരത്തിൽ ആ എലി ഇങ്ങനെ ചാടി നടക്കാൻ തുടങ്ങി. എന്നിട്ട് ആ സിംഹത്തെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ശബ്ദങ്ങളും ഉണ്ടാക്കി. അങ്ങനെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി ഈ സിംഹത്തിൻ്റെ ഉറക്കത്തെ ആ ഒരു എലി ഡിസ്റ്റർബ് ചെയ്യുകയും ആ എലി സിംഹത്തെ ഉണർത്തുകയും ചെയ്തു. സിംഹം ഉണർന്നു കഴിഞ്ഞപ്പോൾ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് സിംഹത്തിൻ്റെ വലിയ കൈകൾ ആ ചെറിയ എലിയുടെ മേൽ വെക്കുകയും ചെയ്തു. എന്നിട്ടൊന്ന് ഗർജിച്ചുകൊണ്ട് ഒറ്റയടിക്ക് ആ ഒരു എലിയെ തിന്നാൻ വേണ്ടിയിട്ട് സിംഹം അതിൻ്റെ വായ തുറന്നു. ആ ഒരു സമയം സിംഹം തനിക്ക് മാപ്പ് നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പേടിച്ച് വിറച്ച ശബ്ദത്തിൽ ആ ചെറിയ എലി ഒന്ന് ശബ്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം എനിക്ക് നിങ്ങൾ മാപ്പ് നൽകണം. ഞാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ആവർത്തിക്കുകയില്ല എന്ന് ഞാൻ വാക്ക് നൽകുന്നു. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ എന്നെ വിട്ടയക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു സഹായത്തെ ഒരിക്കലും മറക്കുകയുമില്ല. ഓ ദയാലുവായ സിംഹമേ, ആർക്കറിയാം, ഒരു പക്ഷേ ഒരു ദിവസം നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ഒരു സഹായത്തിന് പ്രത്യുപകാരമായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം എനിക്ക് സഹായം ചെയ്യാൻ കഴിഞ്ഞേക്കാം എന്ന് ആ ഒരു എലി പറഞ്ഞു. ആ സമയം ഈ ഒരു എലിയുടെ സംസാരം കേട്ടുകൊണ്ട് സിംഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിന്നെപ്പോലെ ഒരു ചെറിയ എലിക്ക് എന്നെപ്പോലെ വലിയൊരു സിംഹത്തിന് എന്ത് സഹായമാണ് ചെയ്യാൻ കഴിയുക? അതുപോലെ തന്നെ നിനക്ക് എങ്ങനെയാണ് എന്നെ സഹായിക്കാൻ കഴിയുക? ഞാനാണെങ്കിലോ ഈ ഒരു കാടിൻ്റെ രാജാവാണല്ലോ. നീ ഒരു ബലഹീനനായിട്ടുള്ള ചെറിയ എലിയും. എന്നിരുന്നാലും ഈ ഒരു സിംഹത്തെ ചിരിപ്പിക്കുന്ന ഒരു കാര്യം ഈ ഒരു എലി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് സിംഹരാജൻ എലിയെ വിട്ടയക്കാൻ തീരുമാനിച്ചു. സിംഹം അതിൻ്റെ കൈകൾ ഉയർത്തുകയും എലിയെ അവിടെ ഒഴിവാക്കി വിടുകയും ചെയ്തു. ആ എലിയുടെ കാര്യങ്ങളിൽ എന്തായി മുഴുകിക്കൊണ്ട് എലി കടന്നു പോവുകയും ചെയ്തു. ഈ ഒരു സംഭവം കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കാട്ടിലേക്ക് കുറച്ച് വേട്ടക്കാർ കടന്നു വരികയുണ്ടായി. അവരാ സിംഹത്തെ പിടിക്കുകയും ആ സിംഹത്തെ ഒരു മരത്തിൻ്റെ ചില്ലകളിലേക്ക് ആ സിംഹത്തിൻ്റെ വല ചേർത്ത് കെട്ടുകയും ചെയ്തു. പിന്നീട് അവർ സിംഹത്തെ ഹദീഖത്തുൽ ഹയവാനാത്ത് അഥവാ മൃഗശാലയിലേക്ക് കൊണ്ടുപോകാനുള്ള കൂടെടുക്കാൻ വേണ്ടിയിട്ട് അവർ പോവുകയും ചെയ്തു. ആ ഒരു സമയത്ത് അവർ കൂടെടുക്കാൻ പോയ സമയത്ത് യാദൃശ്ചികമായിട്ട് ആ ഒരു എലി ആ സിംഹത്തെ പിടിച്ചു കെട്ടിയിട്ടുള്ള മരത്തിൻ്റെ അടുക്കലൂടെ നടന്നു പോവുകയുണ്ടായി. ആ ഒരു സമയം ഒരിക്കലും അസൂയ തോന്നാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിൽ ഈ ഒരു സിംഹം അകപ്പെട്ടതായിട്ട് ഈ എലി കാണാനിടയായി. ആ സമയത്ത് ഈ വേട്ടക്കാർ സിംഹത്തെ വേട്ടയാടാനും അതിനെ പിടിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള കയറുകൾ എലി മുറിക്കാൻ തുടങ്ങി. അങ്ങനെ ആ എല്ലാ കയറുകളെയും എലി മുറിച്ചിടുകയും സിംഹത്തെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്തു. പിന്നീട് വളരെ അന്തസ്സോടുകൂടെ അഭിമാനത്തോടുകൂടെ ഈ എലി ഇങ്ങനെ നടന്നു പോവുകയും ചെയ്തു. എന്നിട്ട് വളരെ സന്തോഷത്തോടെ മുഴുവൻ സന്തോഷത്തോടു കൂടെയും ആ എലി പറഞ്ഞു, നിങ്ങൾ ശരിയായിരുന്നു. നിങ്ങളെപ്പോലെയുള്ള ഒരു ചെറിയൊരു എലിക്ക് എന്നെപ്പോലെയുള്ള വലിയൊരു സിംഹത്തെ സഹായിക്കാനാകും. ഒരാൾ അയാളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് വിലയിരുത്തപ്പെടേണ്ടത്, അല്ലാതെ അയാളുടെ വലുപ്പം കൊണ്ടല്ല. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മറ്റുള്ളവരെ കൊണ്ട് ആവശ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നീട് അതിൻ്റെ അവസാനത്തിൽ ഒരു ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ആ ഒരു ഫിൽ ചെയ്യാനുള്ള ഭാഗം നോക്കാം. കറൽ അസദു ഐ യുത്ലിക സിറാഹൽ ഫഅരി എന്നാണ് അവിടെ വേണ്ടത്. അതേപോലെ തന്നെ സോഹൽ ഫഅറു ഇന്ദഹ ബിസൗത്തിൻ യർതജിഫു മിനൽ ഖൗഫി എന്നാണ് വരേണ്ടത്. ഫവളഅ ഖബലതഹു ലഹ്മത ഫൗഖൽ ഫഅരി എന്നാണ് വരേണ്ടത്. ഇസ്തതാ ബഅദു അസ്വയ്യാദീൻ എന്നാണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെ അഞ്ചാമത്തിൽ ഫൽ മർഉ യുഖാസു ബിഫിഅലിഹി വല ബിഹജ്മിഹി. ഇനി അടുത്ത പാഠം നോക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസ് കൂടെ നമുക്ക് നോക്കാനുണ്ട്.
ഇവിടെ 18-7 എന്നുള്ളൊരു എക്സസൈസ് നിങ്ങൾ കാണുന്നുണ്ടാകും. താഴെ കൊടുത്തുള്ള വാക്കുകളുടെ ഓപ്പോസിറ്റ് വാക്കുകൾ എഴുതാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ടുള്ളത് അൽ മലിക്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് അൽ ഖാദിം എന്നായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തത് അസ്സാദ, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് അൽ ഹുസൻ എന്നുള്ളതാണ്. മൂന്നാമത്തത് മർബൂത്തുൻ എന്നുള്ളതാണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് മഫ്കൂക്കുൻ എന്നുള്ളതായിരിക്കും. നാലാമത്തത് ഇസ്തിഖാൽ എന്നുള്ളതാണ്, അതിന് ഓപ്പോസിറ്റായി വരുന്നത് നൗം എന്നുള്ളതാണ്. അഞ്ചാമത്തത് അൽ ലഹ്മത്ത് എന്നുള്ളതാണ്, അതിന് വിപരീതമായിട്ട് വരുന്നത് സൊഗൈറത്ത് എന്നുള്ളതാണ്. ആറാമത്തത് മുഹയ്ക്കൻ എന്നുള്ളതാണ്, അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്നത് മുഖ്തിയോൻ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഏഴാമത്തത് ഗാദിബൻ എന്നുള്ളതാണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഹാദിയുൻ എന്നുള്ള പറയാം. അതേപോലെ തന്നെ റാദിയൻ എന്നൊക്കെ പറയാവുന്നതാണ്. എട്ടാമത്തതായിട്ടുള്ളത് അൽ ഹയാത്ത് എന്നുള്ളതാണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് അൽ മൗത്ത് എന്നുള്ളതാണ്. ഒമ്പതാമത്തത് അംസക്ക എന്നാണ്, അതിന് ഓപ്പോസിറ്റ് അഫ്ലത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ അഹ്ററ അങ്ങനെയൊക്കെ പറയാം. അതേപോലെ തന്നെ പത്താമതായിട്ടുള്ളത് ഓയ്ബീൻ എന്നുള്ളതാണ്, അതിൻ്റെ ഓപ്പോസിറ്റായി വരുന്നത് ഹാദിരീൻ എന്നുമുള്ളതുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠവാക്ക് നോക്കാനുള്ളത്. ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ അറിയാവുന്നതായിരിക്കും. മലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥൻ അല്ലെങ്കിൽ രാജാവ് എന്നൊക്കെ പറയാം. അതേപോലെ തന്നെ സഅദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയം, മർബൂത്തിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധിക്കപ്പെട്ടത്, ഇസ്തിഖാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണരൽ, അതേപോലെ തന്നെ അൽഹ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരുത് അല്ലെങ്കിൽ തടിയുള്ളത് എന്നൊക്കെ അർത്ഥം വരാം. മുഹയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായത്, ഗാദിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ടവൻ എന്നുള്ള അർത്ഥമാണ്. അൽ ഹയാത്ത് ജീവിതം, അംസക്ക പിടിച്ചു വെക്കുക, ഗായിബിൻ സ്ഥലത്തില്ലാത്ത ആളാവുക, അതായത് വിദേശിയാവുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠം നോക്കാനുള്ളത്. ഇനി അടുത്ത പാഠം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ കഥയാണ് കൊടുത്തിട്ടുള്ളത്. ഹിക്കായത്തുൻ നസ്ർ അഥവാ ഒരു പരുന്തിൻ്റെ കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യ പാരഗ്രാഫിൽ പറയുന്നത്, ഒരു മലയുടെ മുകൾ ഭാഗത്ത് ഒരു പെൺ പരുന്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു. ആ മലക്ക് മുകളിൽ വ്യാപിച്ചു കിടക്കുന്ന മരങ്ങളിൽ ഒന്നിൻ്റെ മേൽ ആ പരുന്ത് അതിൻ്റെ കൂട് നിർമ്മിക്കുകയും ചെയ്തു. ഒരു ദിവസം ആ പെൺപരുന്ത് 4 മുട്ടകളിട്ടു. പക്ഷേ അതിനുശേഷം വന്ന ഒരു ഭൂമി കുലുക്കത്തിൽ, വളരെ വയലൻ്റായിട്ടുള്ള ഒരു ഭൂമി കുലുക്കത്തിൽ ആ മല ഒന്നാകെ വിറച്ചു. ആ ഒരു ഭൂമി കുലുക്കത്തിൽ, അതിൻ്റെ ആ ഒരു ഇളക്കത്തിൽ, മലയുടെ ഇളക്കത്തിൽ ആ കൂടിൽ നിന്ന്, പരുന്തിൻ്റെ കൂടിൽ നിന്ന് ഒരു മുട്ട താഴേക്ക് വീണു. ആ മുട്ട ഉരുണ്ട് മലയിൽ നിന്ന് താഴേക്ക് പോയി മലയുടെ താഴ്വാരത്തുള്ള ഒരു കോഴിയുടെ കൂട്ടിൽ ചെന്നെത്തുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ഒരു കോഴി ആ ഒരു മുട്ട എടുക്കുകയും അതിനെ പരിപാലിക്കുകയും അങ്ങനെ ആ മുട്ട വിരിയുകയും ചെയ്തു. അതിൽ നിന്ന് ചെറിയൊരു പരുന്തിൻ്റെ കുട്ടി പുറത്തു വരികയും ചെയ്തു. കോഴികൾ ആ ഒരു പരുന്തും കുട്ടിയെ അവരുടെ മക്കളോടുകൂടെ, കോഴിക്കുഞ്ഞുങ്ങളോടുകൂടെ വളർത്താനും പരിഗണിക്കാനും തുടങ്ങി. അങ്ങനെ ആ ഒരു പരുന്തിൻ്റെ കുട്ടി ഈ കോഴിക്കുട്ടികളോടുകൂടെ വളരുകയും അവരോടൊപ്പം കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. ഈ സമയത്തൊക്കെ ഈ പരുന്ത് വിചാരിക്കുന്നത് താനൊരു കോഴിയാണ്, താൻ പരുന്താണ് എന്ന് ആ കുട്ടിക്ക് എന്ത് ചെയ്യുന്നില്ല, ആ പരുന്തിൻ്റെ കുട്ടിക്ക് അതുവരെ മനസ്സിലായിട്ടില്ല. ഒരു ദിവസം ഈ ഒരു പരുന്തിൻ്റെ കുട്ടി കോഴികളോടുകൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉയരെ ആകാശത്തിൽ ഒരുപാട് പരുന്തുകൾ വളരെ ഉയരത്തിൽ പറക്കുന്നതായിട്ട് കണ്ടു. ആ ഒരു സമയത്ത് ഈ പരുന്തിൻ്റെ കുട്ടി ആഗ്രഹിക്കുകയാണ്, ആ കുട്ടിക്കും ആ പരുന്തിനും ഈ പരുന്തുകളെപ്പോലെ ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ ആ ഒരു സമയത്ത് ഈ കോഴികളെല്ലാം ഈ പരുന്തിൻ്റെ കുട്ടിയെ കളിയാക്കാൻ തുടങ്ങി. എന്നിട്ട് അവരിൽ വെച്ച ഒരു കോഴി ഈ പരുന്തിൻ്റെ കുട്ടിയോട് പറഞ്ഞു, നീ ഒരു കോഴിയാണ്, നിനക്ക് ആ ഒരു പരുന്തുകളെപ്പോലെ ഉയരത്തിൽ പറക്കാൻ നിനക്കാവില്ല എന്ന് ആ കോഴി ആ പരുന്തിൻ കുട്ടിയോട് ഒരു കോഴി പറഞ്ഞു. പരുന്ത് വളരെയധികം വിഷമിച്ചു. എന്നിട്ട് അവൻ അവൻ്റെ ആ സ്വപ്നത്തെ ഉപേക്ഷിക്കുകയും ആ സ്വപ്നത്തെ അവൻ മറക്കുകയും ചെയ്തു. പിന്നീട് ഒരുപാട് കാലം അവൻ കോഴികളെപ്പോലെ തന്നെ ജീവിച്ച് അവസാനം ഒരു കോഴിയായിട്ട് തന്നെ അവൻ മരിക്കുകയും ചെയ്തു. മരണം വരെ ആ ഒരു പരുന്തിന് മനസ്സിലായിരുന്നില്ല താനൊരു പരുന്തായിരുന്നു എന്ന്. പിന്നീട് ഇതിൻ്റെ അവസാന ഭാഗത്തിൽ ജുംല ഉണ്ടാക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിൽ വാക്കുകളൊക്കെ നമുക്കറിയാം. ഇസ്തലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീവ് അപ്പ് ചെയ്യുക അഥവാ ഒഴിവാക്കി വിടുക എന്നുള്ള അർത്ഥമാണ്. അതേപോലെ തന്നെ സാഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മേച്ചിൽ സ്ഥലം, പുൽമേട് എന്നൊക്കെ പറയാം. ഫറാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ. അതേപോലെ തന്നെ അസമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം. തിമ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ആ ഒരു സ്ഥലം, മലയുടെ മുകൾ ഭാഗം എന്നുള്ളതിനൊക്കെയാണ് അത് പറയുന്നത്. ഉച്ചി എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു എക്സസൈസ് ആണ്. അതിൻ്റെ അവസാനത്ത് നിങ്ങൾ കാണുന്നുണ്ടാകും.
ഒരു ഗിവ് ഓപ്പോസിറ്റ് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് അഥവാ താഴെ കൊടുത്തിട്ടുള്ള വാക്കുകളുടെ വിപരീത പദം എഴുതാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 5 വാക്കുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഓപ്പോസിറ്റ് എഴുതാൻ കൊടുത്തിട്ടുള്ള വേർഡുകൾ നോക്കുകയാണെങ്കിൽ അൽ അസ്ഫൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ എന്നാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് അൽ ആല മുകളിൽ എന്ന് വരും. അതേപോലെ തന്നെ രണ്ടാമത് നസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് പറയുകയാണെങ്കിൽ തദക്കറ ഓർമ്മ വന്നു എന്നുള്ള അർത്ഥമാണ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ടുള്ള യക്ബുറു വളരുക അല്ലെങ്കിൽ വലുതാകുക എന്നുള്ള അർത്ഥമാണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് യസ്ഹുറു ചെറുതാവുക എന്നുള്ളതാണ്. നാലാമതായിട്ടുള്ളത് ഉൻസ അഥവാ സ്ത്രീ എന്നുള്ളതാണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് റജുൽ അല്ലെങ്കിൽ ദക്കർ എന്നൊക്കെ പറയാം, പുരുഷൻ എന്നുള്ളതാണ്. പിന്നെ അഞ്ചാമതായിട്ടുള്ളത് അനീഫ് എന്നുള്ളതാണ്. അനീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വയലൻ്റ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. അതേപോലെ തന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഹാദി എന്നുള്ളതാണ്. ഹാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാമായിട്ടുള്ളത് എന്നുള്ളൊരർത്ഥമാണ് ഹാദി എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു ആകത്തുക ഒരു കഥയുടെ ഒരു മനസ്സിലാക്കുകയും അതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്പോസിറ്റ് എഴുതാനുള്ള എക്സസൈസുകളും അതേപോലെ തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. അതേപോലെ ആ ഫില്ല് ചെയ്യാനുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഏതായാലും നോക്കി വെച്ചാൽ നന്നാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്നുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.